ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ലാൽബാഗ് പുഷ്പമേള കാണാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. 216ാമത് ഫ്ലവർ ഷോയാണ് ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടറുകളാണ് നമ്മുടെ ഈ ഫ്രണ്ടിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് പയ്യെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകാം. ഇവിടെ പല ചാർജുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ചാണ് ഇവിടെ പല കൗണ്ടറുകളാണ്. അപ്പോൾ കൗണ്ടറുകളിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പോകേണ്ടതാണ്. നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അതിമനോഹരമായ രീതിയിൽ ഫ്ലവർ വെച്ച് അലങ്കരിച്ചിരിക്കുന്നത് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. നമുക്കിതിലൂടെയാണ് ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ടത്. രാവിലെ തന്നെ ലാൽബാഗിലേക്കുള്ള എൻട്രി ആരംഭിക്കുന്നതാണ്. അഡൽട്ട്സിന് 80 രൂപയും ചിൽഡ്രൻസിന് 30 രൂപയുമാണ് ഇവിടെ ചാർജ് ഈടാക്കുന്നത്. ഏകദേശം 1912 കാലഘട്ടങ്ങളിലാണ് ഈ ലാൽബാഗ് പുഷ്പമേള ഫ്ലവർ ഷോ ആരംഭിച്ചത്. ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. ഇത് പ്രധാനമായിട്ടും 2 സമയത്താണ് ഈ പുഷ്പമേള ഇവിടെ നടക്കുന്നത്. ഒന്ന് വേനൽക്കാലത്തും രണ്ടാമത്തേത് ശൈത്യകാലത്തും. അതായത് നമ്മുടെ ഇവിടെ ബാംഗ്ലൂരിൽ ഓഗസ്റ്റ് 15, ജനുവരി 26 സമയങ്ങളിലാണ് ഈ പുഷ്പമേള മെയിനായിട്ടും ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ പ്രധാനമായും പുഷ്പമേള നടക്കുന്ന ഗ്ലാസ് ഹൗസിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. ലാൽബാഗിൻ്റെ മൊത്തം കാഴ്ചകൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പം പ്രധാനമായും പുഷ്പമേള നടക്കുന്ന ഗ്ലാസ് ഹൗസിൻ്റെ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് വളരെ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ ഇന്ന് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച ആയതുകൊണ്ട് തിങ്കൾ മുതൽ വെള്ളി വരെ അധികം തിരക്കില്ല. എന്നാലും അത്യാവശ്യം തിരക്കുണ്ട്. ശനി ഞായറും പിന്നെ അല്ലാത്ത അവധി ദിവസങ്ങളിലൊക്കെ നല്ല രീതിയിൽ തിരക്ക് രൂപപ്പെടുന്നൊരു സ്ഥലമാണിത്. ഇപ്പോൾ ഈ പുഷ്പമേള ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ആണ്. ഇവിടെ 12 ദിവസത്തോളം ഈ പുഷ്പമേള ഉണ്ടായിരിക്കുന്നതാണ്. ഒരു 2-3 ദിവസമായി ഇവിടെ ഇത് തുടങ്ങിയിട്ട് അതിമനോഹരമായ രീതിയിൽ ഇവിടുത്തെ ഇന്നത്തെ തീം, ഇപ്രാവശ്യത്തെ തീമെന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കറുമായിട്ട് ബന്ധപ്പെട്ട ഒരു തീമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലെ കാഴ്ചകളിലേക്ക് പയ്യെ പോകാം. നമ്മൾ പുഷ്പമേള നടക്കുന്ന മറ്റേ ഗ്ലാസ് ഹൗസിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് പ്രധാന കവാടത്തിലെ നമുക്ക് കാണുവാനായിട്ടുള്ളത്. പുഷ്പമേളയുമായി ബന്ധപ്പെട്ട് ഡോക്ടർ BR അംബേദ്കറിൻ്റെ വലിയൊരു പൂർണ്ണകായ പ്രതിമ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെടുന്ന പല സ്റ്റോറികൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കാഴ്ചകൾ കണ്ട് പയ്യെ മുന്നോട്ട് നീങ്ങുകയാണ്. അതുപോലെ തന്നെ നമുക്കിവിടെയും അദ്ദേഹത്തിൻ്റെ ഇരിക്കുന്ന ഒരു പ്രതിമ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അത് മനോഹരമായ രീതിയിലാണ് പുഷ്പങ്ങൾ ഉപയോഗിച്ച് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഏതോ സ്കൂൾ കുട്ടികൾ, ഒരു സ്കൂളിലെ ഫുൾ കുട്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇത് കാണുവാനായിട്ട്. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ചെറിയ തിരക്കുണ്ട് രാവിലെ തന്നെ. നമ്മളിവിടുന്ന് കാഴ്ചകൾ കണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. ഇത് ഡോക്ടർ BR അംബേദ്കറിൻ്റെ ഫാദർ ആൻഡ് മദറാണ്. അവരുടെ ഒരു പ്രതിമയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്.
അപ്പോൾ ഇവിടെ നമ്മൾ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. അതിമനോഹരമായ ഒത്തിരിയേറെ പുഷ്പങ്ങളും ഉപയോഗിച്ചുള്ള ക്രമീകരണങ്ങൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ അദ്ദേഹം ഒരു വേദിയിൽ നിന്ന് പ്രസംഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ സ്പീക്കറിലൂടെ അദ്ദേഹം പ്രസംഗിക്കുന്നത് നമുക്ക് വോയിസും കേൾക്കാനായിട്ട് പറ്റുന്നതാണ്. ഇവിടെയെല്ലാം ചിത്രീകരിക്കുന്നത് ഡോക്ടർ BR അംബേദ്കറുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളാണ് ഇവിടെ മുഴുവൻ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. പലവിധ ഫോട്ടോ രൂപത്തിലുള്ള ചിത്രീകരണങ്ങളുമെല്ലാം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് ലഭ്യമാണ്. അപ്പോൾ ഇതുപോലെ തന്നെ അതിമനോഹരമായ രീതിയിലാണ് പൂക്കൾ കൊണ്ട് ഇതെല്ലാം ഒരുക്കി വച്ചിരിക്കുന്നത്. ഇവിടെ സ്പീക്കറിൽ അദ്ദേഹത്തിൻ്റെ സ്പീച്ച് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ഇവിടെ അതും ക്രമീകരിച്ചിട്ടുണ്ട്. ഗ്ലാസ് ഹൗസിനകത്ത് മാത്രമല്ല പുറത്തും ഇതുപോലുള്ള പൂക്കൾ കൊണ്ട് പല രീതിയിലുള്ള അലങ്കാരങ്ങൾ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇതിൻ്റെ പുറകുവശത്തും നമുക്ക് ഒത്തിരിയേറെ കാഴ്ചകൾ കാണുവാനായിട്ടുണ്ട്. ഇവിടെ ഫയർ എഞ്ചിന്, പോലീസ്, അതുപോലുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇപ്പോഴും റെഡിയാണ്. ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നതാണ് ഗ്ലാസ് ഹൗസ്. ഇവിടെ ഹെൽത്ത് സെൻ്ററുകൾ, മെഡിക്കൽ സംവിധാനങ്ങൾ എല്ലാം തന്നെ ഇവിടെ ലഭ്യമാണ്. അങ്ങനെ നമ്മൾ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ മുന്നോട്ട് വരുമ്പോഴാണ് ഇവിടെ പുഷ്പങ്ങൾ ഉപയോഗിച്ച് ഒരു മയിലിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇച്ചിരൂടെ അതിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കാണുവാനായിട്ട്. മുഴുവൻ പുഷ്പങ്ങൾ ഉപയോഗിച്ചാണ് അതിൻ്റെ ചിറകുകളും പീലികളും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിവിടെ ഒത്തിരിയേറെ സ്റ്റാളുകൾ കാണുവാനായിട്ട് സാധിക്കും. വിവിധങ്ങളായ കരകൗശല വസ്തുക്കളും കാര്യങ്ങളും ഒക്കെ സെയിൽ ചെയ്യുന്നതിനായിട്ട് ലാൽബാഗിൻ്റെ ഉള്ളിൽ തന്നെ ക്രമീകരിച്ചിരിക്കുന്ന സ്റ്റാളുകളാണ് ഇവയെല്ലാം. നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങാവുന്നതാണ്. അതിമനോഹര രീതിയിലുള്ള കരകൗശല വസ്തുക്കൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. കരകൗശല വസ്തുക്കൾ, സ്നാക്സുകൾ, ഡ്രസ്സുകൾ, മാറ്റുകൾ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. ഇതെല്ലാം ഈ ഗ്ലാസ് ഹൗസിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് ഗ്ലാസ് ഹൗസ്. ഇതാണ് ഗ്ലാസ് ഹൗസ്. ഇതിൻ്റെ ഉള്ളിലാണ് മെയിനായിട്ടുള്ള പുഷ്പമേള ക്രമീകരിച്ചിരിക്കുന്നത്. ലാൽബാഗ് പാർക്കിൻ്റെ ഗ്ലാസ് ഹൗസിന് പുറകിലായിട്ടുള്ള അതിമനോഹരമായ
സ്ഥലമാണ്. ഇത് കാണുവാനായിട്ട് പോയി കഴിഞ്ഞാൽ ഒത്തിരിയേറെ നമുക്ക് കാണുവാനായിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് പ്രധാനമായിട്ടും ഗ്ലാസ് ഹൗസും പുഷ്പമേളയും മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുസ്തകങ്ങളെക്കുറിച്ചും പഠനങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ഒരു മാതൃക നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഒരു പുസ്തകത്തിലോട്ട് ഏണി വെച്ച് കയറാൻ ശ്രമിക്കുന്ന ഒരു കുട്ടി. അതായത് പഠനം അല്ലെങ്കിൽ പുസ്തക വായനകൾ ജീവിത വിജയത്തിന് വളരെയധികം ഉപകാരപ്രദമാണ്, അല്ലെങ്കിൽ പഠനത്തിന് വളരെയധികം ആവശ്യമാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു മാതൃകയാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ലാൽബാഗിലെ പുഷ്പമേള കാണുവാനായിട്ട് വരുന്നവർക്ക് ഇവിടെ 4 വീലർ പാർക്കിങ്ങോ 2 വീലർ പാർക്കിങ്ങോ ഒന്നും പാർക്കിൻ്റെ അകത്ത് അല്ലെങ്കിൽ റോഡ് സൈഡിലും ഉണ്ടായിരിക്കുന്നതല്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ പേ ആൻഡ് പാർക്ക് സൗകര്യങ്ങൾ ഉപയോഗിക്കേണ്ടതാണ്. അടുത്തിടങ്ങളിലായിട്ട് 2-3 ഇടങ്ങളിൽ പേ ആൻഡ് പാർക്ക് സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. മുമ്പുണ്ടായിരുന്നതുപോലെ പാർക്കിനുള്ളിൽ തന്നെയുള്ള കാർ പാർക്കിങ് 2 വീലർ പാർക്കിങ്ങുകൾ അവരിപ്പോൾ അനുവദിക്കുന്നില്ല ഈ പുഷ്പമേളയോടനുബന്ധിച്ച്. ലാൽബാഗിലെ പുഷ്പമേളയുടെ ഈ ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.